ക്രിസ്തുവിന്റെ കൂടെ നിന്ന് ക്രിസ്തു ചെയ്ത പഠനം കണ്ടിട്ട് ക്രിസ്തുവിനെ വേണ്ട രീതി മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ട്. മറ്റൊരു ഉദാഹരണം പറയാം. ക്രിസ്തുവിന്റെ ശവക്കല്ലറയിൽ 3-ാം ദിവസം അവന്റെ ശരീരത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ സുഗന്ധവർഗ്ഗങ്ങളുമായിട്ട് ആര് കടന്നു വന്നു? അവന്റെ കൂടെയുള്ളവര് കടന്നു വന്നു. ദൂതന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവന്റെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ 3-ാം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കൂടെ യാത്ര ചെയ്യാൻ നമ്മളെ കൊണ്ട് എല്ലാവർക്കും പറ്റും. പക്ഷെ ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് അവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ ആത്മീയ വധകളെ മനസ്സിലാക്കി അവന്റെ സ്വപ്നങ്ങളോടും അവന്റെ കാഴ്ചപ്പാടുകളോടും അവന്റെ ദർശനങ്ങളോടും ചേർന്ന് നടക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളത്. കൂടെ നടക്കാൻ ആരെങ്കിലും പറ്റും. കണ്ടുകൂടിയവർ അനേകരുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്നെ വളരെ ചിന്തിച്ചിട്ട് വേദഭാഗമാണ് 10 കന്യകമാർ ഓർമ്മ എന്ന് പറഞ്ഞാൽ. ഈ 10 കന്യകമാരുടെ കാര്യം പറഞ്ഞാൽ അവർ 10 പേരെ വിളക്കുണ്ടാവുകയാണ്. എന്നാൽ 5 പേര് എന്ത് ചെയ്തു? മണവാളന്റെ വരവ് താമസിച്ചാൽ തങ്ങളുടെ വിളക്ക് കെട്ടുപോകരുതെന്ന് കരുതി അത് ജ്വലിച്ചു തന്നെ ഇരിക്കുവാൻ വേണ്ടി എണ്ണ കരുതി. എന്നാൽ മറ്റുള്ളവർ എങ്ങനെയാണ്? അവരും കൂടെ പോയി. അതാ സത്യം. അവരും കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഈ കേട്ടതിന് വേണ്ടി ജീവൻ കൊടുത്തോ അതുപോലെ തയ്യാറായി കാത്തിരിക്കാൻ പറയാനായി. ഒരുപക്ഷെ ഇവര് പറഞ്ഞ ശരിയാണെങ്കിൽ ആ അനുഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു കാത്തു വെക്കുവാനോ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുവാനൊന്നും തയ്യാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, കേട്ടവനെയും കണ്ടവനയ്ക്കും വേണ്ടി നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെയും നമ്മൾ കേട്ട ക്രിസ്തുവിനെയും വേണ്ടി അവനോട് കൃത്യമായ രീതിയിൽ താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാൻ യാത്ര ചെയ്യാൻ കഴിയുന്നു.